മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരെ സസ്പെൻഡ് ചെയ്തു. വലിയ രീതിയിൽ ഒരു വാർത്തയായി. രാഹുൽ മാങ്കൂട്ടത്തിൽ പക വീട്ടാനുള്ളതാണ് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. മുഴുവൻ വലതു രാഷ്ട്രീയം കൈയാളുന്നവരും വലതു രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്നവരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചു. ഗൺമാന്മാരെ ഏറ്റവും വലിയ ഒരു ശിക്ഷ തന്നെ കൊടുക്കാൻ സാധിച്ചു, സർക്കാരിന്റെ നീതിയുക്തമായ പ്രവർത്തനമെന്ന്. അങ്ങോട്ട് വല്ലാതെ തള്ളിക്കയറ്റുമ്പോൾ തോന്നും ആദ്യമായാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നതെന്ന്. തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് AKG സെന്റർ എന്നൊരു സ്ഥാപനമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആസ്ഥാന മന്ദിരമുണ്ട്. അവിടേക്ക് ഗ്രനേഡ് എറിഞ്ഞത് മറന്നോ നിങ്ങൾ? അവിടേക്ക് ഗ്രനേഡ് എറിഞ്ഞത് UDF ഭരണകാലത്ത് പോലീസുകാർ തന്നെയാ. തിരിച്ചു ഭരണത്തിലേക്ക് എത്തുമ്പോൾ ആ ഗ്രനേഡ് എറിഞ്ഞ പോലീസിനെ ഇതുപോലെ സസ്പെൻഡ് ചെയ്യാൻ LDF മന്ത്രിസഭ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾ നോക്കണം. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി DYFIയുടെയൊക്കെ വലിയ നേതാവായി യുവജന രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന മുഹമ്മദ് റിയാസിന്റെ ഇടം കണ്ണിൽ ഒരു പാട് കിടക്കുന്നുണ്ട് ഇപ്പോഴും. അത് കണ്ണിൽ കുരു വന്നിട്ടുണ്ടായ കറുത്ത പാടല്ല, ഇവിടുത്തെ പോലീസുകാരന്റെ ലാത്തിയുടെ പ്രഹരത്തിന്റെ കനത്തിന്റെ അടയാളമാണത്. ഏത് പോലീസുകാരനെ അവിടെ സസ്പെൻഡ് ചെയ്തേ? രാഷ്ട്രീയം പകവീട്ടാനുള്ളതാണ് എന്ന കൃത്യമായ ഒരു അജണ്ട ഫേസ്ബുക്കിലൂടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ മറക്കാനുള്ളതല്ലെന്ന് ഈ നാടിന്റെ മുഖ്യമന്ത്രി പോലും വന്നിരുന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ആക്രോശിക്കല്ല കേട്ടോ, ചിരിക്കുകയാണ്. സോറി, പൂക്കി മിനിസ്റ്റർ ആണല്ലോ, പൂക്കി CM ആണല്ലോ, ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. ധാർഷ്ട്യമില്ല. പക്ഷേ പകയാണ് ഞങ്ങൾക്ക്. 10 വർഷം ഞങ്ങളോട് ചെയ്തതിന് മുഴുവനും പക വീട്ടുകയാണ് എന്ന്. ഈ നാട്ടിൽ വോട്ട് ചെയ്ത നിഷ്പക്ഷമതികളെ നമ്മൾ ചിന്തിക്കാനുള്ള വക തരുന്ന പ്രവർത്തനങ്ങൾ 2 ആഴ്ച തികയും മുമ്പ് വലത് സർക്കാർ ചെയ്തു കൂട്ടുകയാണെന്നുള്ളതാണ്. ഈ നാടിൽ ഇന്ധന വില വർധന കൂട്ടിയപ്പോ പഠിക്കാൻ സമയം ചോദിക്കുന്ന CM, ഈ നാടിൽ കുടിയൊഴിപ്പിക്കലിനെതിരെ മൗനം തുടർന്ന് അവസാനം ഗതികെട്ട് പ്രതികരിച്ച CM, മാധ്യമ സമ്മേളനത്തിൽ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വൃത്താകൃതിയിൽ കിടന്ന് ഉരുളുന്ന CM ഇപ്പോ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായി നടപടിയെടുക്കുന്നു എന്നുള്ളതാണ്. പക വീട്ടാനുള്ളതാണ്. ഒരു കാരണവശാലും ഇതിനെതിരെ ഞങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാനാവില്ല എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുണ്ട്. നിങ്ങൾ രണ്ടാം ഭരണത്തിലേക്ക് പിണറായി സർക്കാർ വന്നപ്പോൾ വലിയ രീതിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എല്ലാവരെയും വിളിച്ചു. പ്രതിപക്ഷം അന്ന് പരിപൂർണമായി VD സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചു. കാരണം എന്താ? ഇന്ന് പറ, 5 വർഷം കഴിഞ്ഞല്ലോ, ഇന്ന് പറ, ആൻസർ ഉണ്ടാവില്ല. രാഷ്ട്രീയ മര്യാദ അത് നിങ്ങൾക്കില്ലടോ, അത് നിങ്ങൾക്കില്ല. കാരണം ഒരു രാഷ്ട്രീയം ഭരണത്തിലേക്കും പ്രതിപക്ഷത്തിലേക്കും മാറി മാറി സഞ്ചരിക്കും. അതിനെ പക കൊണ്ട് വീട്ടാനാണെങ്കിൽ ഈ നാട്ടിലെ DYFIയും SFIയും ഒക്കെ അത്തരത്തിലുള്ള പക വീട്ടലുകൾക്കാണ് പോയതെങ്കിൽ കഴിഞ്ഞ 10 വർഷം ഈ നാടിന്റെ ജയിലുകളിൽ, ഈ നാടിന്റെ തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് അടിച്ചിറങ്ങുന്ന ഉത്തരവിൽ സസ്പെൻഷനുകളുടെ എണ്ണം എത്രയായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള രാഷ്ട്രീയ ബോധ്യമോ മര്യാദയോ ഇല്ലാത്ത വലത് രാഷ്ട്രീയത്തോടാണ് വോക്സിന്റെ ചോദ്യം.